നമ്മുടെ കേരളത്തിന്റെ അഭിമാന നഗരമായ എറണാകുളത്തിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ വാക്കിന്റെ ഉത്ഭവ ചരിത്രത്തെക്കുറിച്ച് വ്യത്യസ്തമായ വാദങ്ങൾ ഉണ്ട്. അവയിൽ ചിലത് പുരാണങ്ങളുമായും ക്ഷേത്രങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. തമിഴ് വാക്കായ ഇറയനാർകുളം എന്നതിൽ നിന്നും എറണാകുളം എന്ന പേരുണ്ടായി എന്നതാണ് പ്രബലമായ വാദം. തമിഴിൽ ഭഗവാൻ പരമശിവന് ഇറയനാർ എന്ന ഒരു വിളിപ്പേരുണ്ട്. പഴയകാല തമിഴ് സാഹിത്യങ്ങളിൽ നമുക്കിത് വ്യക്തമായി കാണുവാനും സാധിക്കും. പരമശിവന്റെ വാസസ്ഥലം എന്ന അർത്ഥത്തിൽ ഇറയനാർകുളം കാലാന്തരത്തിൽ എറണാകുളം ആയി മാറി എന്ന് വിശ്വസിക്കുന്നു. ഇറങ്ങിയൽ എന്ന ഒരുതരം ചേറ് അല്ലെങ്കിൽ ചെളിയിൽ നിന്നാണ് ഈ പദം ഉണ്ടായതെന്ന് പ്രശസ്ത ചരിത്രകാരനായ കോമാട്ടിൽ അച്യുതമേനോൻ അഭിപ്രായപ്പെടുന്നു. പുരാതന കാലത്ത് ഈ പ്രദേശത്തിന് ഋഷിനാഗകുളം എന്ന ഒരു പേരുണ്ടായിരുന്നുവെന്നും പിന്നീട് ലോപിച്ച് എറണാകുളമായി മാറിയെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നു. എറണാകുളം ശിവക്ഷേത്രത്തിന് പിന്നിലുള്ള കുളമാണ് ഋഷിനാഗകുളം. എറണാകുളത്തപ്പന് ഋഷിനാഗകുളത്തപ്പൻ എന്ന ഒരു വിളിപ്പേര് കൂടിയുള്ളത് ഈ അവകാശവാദത്തെ സാധൂകരിക്കുന്നു. പ്രദേശത്ത് പണ്ട് ധാരാളം ജലാശയങ്ങളും ചതുപ്പുനിലങ്ങളും ഉണ്ടായിരുന്നതിനാൽ ഇറങ്ങിക്കിടക്കുന്ന കുളം എന്ന അർത്ഥത്തിൽ ഇറങ്ങിക്കുളം എന്ന് വിളിച്ചിരുന്നെന്നും പിന്നീട് അത് എറണാകുളമായി മാറിയെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. അതല്ല, നിറയെ വെള്ളക്കെട്ടുകൾ ആയിരുന്നതിനാൽ ഏറനാൾ കുളം എന്ന വാക്കിൽ നിന്നുമാണ് പദോൽപ്പത്തി എന്ന് വാദിക്കുന്നവരും ഉണ്ട്. എറണാകുളത്തിന്റെ ഭൂപ്രകൃതി മനസ്സിലാക്കുമ്പോൾ ഈ വാദത്തിനും കഴമ്പുണ്ടായേക്കാം.